ഇനിയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ആപ്പിളിന് ഇപ്പോൾ AI ഇൻ്റലിജൻസ് വരുന്നുണ്ട്, ഓൺ ഡിവൈസ് ആയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്, കോമ്പുട്ടേഷണൽ കമ്പ്യൂട്ടിംഗ് ഉണ്ട്, വിഷൻ പ്രോ, ലോകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഐഫോൺ സീരീസ് എന്നിങ്ങനെ കുറേയധികം കാര്യങ്ങൾ ഈ ഒരു ടെക്നോളജി വേൾഡിലുണ്ട്. ടെക്നോളജി എന്ന് പറയുന്നത് ഒരു വൈഡ് ഓപ്പൺ സീ ആണ്. ഈ ഒരു സീയിൽ ഏറ്റവും നല്ലൊരു കപ്പലായിട്ടാണ് ആപ്പിൾ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കപ്പിത്താനായിട്ട് നിൽക്കുമ്പോൾ ജോൺ ടേണേഴ്സിന് ഇപ്പോൾ പോകുന്ന ആ ഒരു സ്റ്റഡി ആൻഡ് ഡീപ്പ് ഡെപ്തിലൂടെ പോകാൻ പറ്റുമോ? അത് ഏറ്റവും വലിയ ഡൗട്ടാണ്. കാരണം സ്റ്റീവ് ജോബ്സിന് ഏറ്റവും നല്ലൊരു കോർ ടീം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതോടൊപ്പം ടിം കുക്കിനും ഏറ്റവും നല്ല ഒരു കോർ ടീം ഉണ്ടായിരുന്നു. ടിം കുക്ക് CEO ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് എക്സിക്യൂട്ടീവ് ചെയർമാൻ ആകുമ്പോഴും പകുതിയോളം ആപ്പിളിൻ്റെ കോർ ടീം പോയി കഴിഞ്ഞു. കാരണം ഈ പറഞ്ഞ ആപ്പിൾ വാച്ചിൻ്റെ VP ആയിട്ടുള്ള ജെഫ് വില്യംസ് റിട്ടയർ ചെയ്തു. നമ്മൾ ഇത്രയും നാളും കണ്ടിരുന്ന ഡൈനാമിക് ഐലൻഡും അതോടൊപ്പം iOSൻ്റെ 26 കണ്ട ലിക്വിഡ് ക്ലാസും എല്ലാം ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഹ്യൂമൻ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത അലൻ ഡൈ ഇപ്പോൾ ആപ്പിളിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കുകയാണ്. ആപ്പിളിൽ നിന്ന് റിസൈൻ ചെയ്യുക മാത്രമല്ല, ജോയിൻ ചെയ്തിരിക്കുന്നത് ആപ്പിളിൻ്റെ വൺ ഓഫ് ദ മെയിൻ കോമ്പറ്റീറ്ററായ മെറ്റ AIയിലാണ്. സോ ആപ്പിൾ എന്ന് പറയുന്ന കപ്പലിൽ തന്നെ കുറേയധികം വേക്കൻ്റ് ആയിട്ടുള്ള ചേംബേഴ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ എല്ലാ വേക്കൻറ്റ് ചേംബേഴ്സും ജോൺ ടേറസിന് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് ഒരു ഫ്യൂച്ചർ ആപ്പിൾ നമുക്ക് കാണാൻ പറ്റുക. സ്റ്റീവ് ജോബ്സിൻ്റെ ഐഡിയോളജീസും അതോടൊപ്പം തന്നെ ടിം കുക്കിൻ്റെ വിഷണറീസും മെൻറ്ററിങ്ങും ഈ ഒരു വ്യക്തിക്ക് ജോണിന് കിട്ടുകയാണെങ്കിൽ നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച പല പ്രൊഡക്റ്റുകളും നമുക്ക് കാണാൻ പറ്റും. ടച്ച് സ്ക്രീനിലുള്ള മാക്ബുക്ക് നമുക്ക് ലഭിക്കും. ഏറ്റവും അടിപൊളിയായുള്ള ക്യാമറ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എയർപോഡ്സ് നമുക്ക് ലഭിക്കും. പുതിയ ഐഫോൺ ഫോൾഡുകൾ നമുക്ക് ലഭിക്കും. എയർപോഡ്സിൻ്റെ ഒരു പുതിയ സീരീസ് നമുക്ക് കാണാൻ പറ്റും. ഹോം പോഡിൽ തന്നെ നമുക്ക് ഹോം സെക്യൂരിറ്റി ഉള്ള ഡിവൈസുകൾ കാണാൻ പറ്റും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി AI എന്ന് പറയുന്ന ആ ഒരു വലിയ കാര്യം ആപ്പിൾ ഇൻ്റലിജൻസിൽ അച്ചീവ് ചെയ്ത് എല്ലാ യൂസേഴ്സിനും ആപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഒരു ഡെയിലി റുട്ടീനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സർവീസായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് എല്ലാം ഇനി വരാൻ പോകുന്ന ജോൺ ടേണേഴ്സ് എന്ന് പറയുന്ന ഒരു CEOയുടെ കയ്യിലായിരിക്കും. പക്ഷേ ഞാൻ ഇപ്പോഴും പറയാം, ആപ്പിളിലെ ഏറ്റവും വലിയ സോൾ എന്ന് പറയുന്നത് സ്റ്റീവ് ജോബ്സ് ആണ്. യെസ്, കാരണം ഹീ ഈസ് എ ലെജൻഡ്. ബട്ട് ടിം കുക്ക് മെയ്ഡ് ആപ്പിൾ inevitable, powerful and most valuable company in the world. ആ ഒരു ലെഗസി, ആ ഒരു പ്രൈഡ് ഈ വരുന്ന ജോൺ ടേറസിനും കംപ്ലീറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. സോ ഈ ഒരു 7 days 7 chapters 1 story എന്ന് പറയുന്ന ഈ ഒരു സീരീസ് ഇവിടെ കഴിയുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ അഭിപ്രായങ്ങളും തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക, follow and subscribe for more Apple contents.